നമസ്കാരം, BMTV ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധമായ സ്ഥലത്താണ്, കടുവയിൽ പള്ളി. ഇവിടുത്തെ പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വരൂ. അപ്പോൾ കടുവയിൽ ജുമാ മസ്ജിദ് എന്ന മസ്ജിദിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ മസ്ജിദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സൂഫി ഏരിയൻ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കടുവയിൽ തങ്ങൾ വലിയുല്ലാഹി എന്ന് പറയുന്ന സൂഫി ഏരിയന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മസ്ജിദുകളിൽ നിന്നും ഒരു പ്രത്യേകത ഉള്ളത്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട നാനാജാതി മതസ്ഥരും ഇവിടെ ആ സൂഫി ഏരിയന്റെ ഖബറിടം സന്ദർശിക്കാനായിട്ട് ഇവിടെ ദിവസവും നൂറുകണക്കിന് ആൾക്കാരെത്തുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മതത്തിലുള്ള വിശ്വാസികളും വരുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ മതേതര കേന്ദ്രമായി, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ മതേതര കേന്ദ്രമായാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. മതസൗഹാർദ്ദം ഏറ്റവും വെച്ച് പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് കടുവാപ്പള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾ ഇവിടെ കൂടുതലും ശാന്തതയ്ക്കും അതുപോലെ തന്നെ മനസ്സമാധാനത്തിനുമാണ് കൂടുതൽ ഈ പള്ളി തേടി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അല്ല, ഒത്തിരി ആൾക്കാർ അത് അവരുടെ ജീവിതത്തിലെ വലിയ വിഷയങ്ങൾ, പല വിഷയങ്ങളും വെച്ച് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് അവിടെ വരണം, അവിടെ വരാനുള്ള മറ്റുള്ള ഇവിടുത്തെ കർമ്മങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെയുള്ള മറ്റുള്ള രീതികൾ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വിളിക്കും. ഇന്ന് തന്നെ പാലക്കാട് നിന്നൊരു സ്ത്രീ കുറച്ചും പിന്നെ വിളിച്ചിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി എനിക്ക് കടുവാപ്പള്ളിയിൽ നിന്ന് വരണം, അപ്പോൾ അവിടെ എന്താണ് കൊണ്ടുവരേണ്ടത്, അത് വരേണ്ട സ്ഥലം, ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. പാലക്കാട് നിന്ന് ഒരു 2 മണിക്കൂർ പിന്നെ വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അതുപോലെയുള്ള നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ, അതിന് ഇവിടെ വന്ന് ഈ മക്ബറ സന്ദർശിച്ച് അവിടെ അദ്ദേഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഫലം കാണുന്നു എന്നുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് കടുവയിൽ ജുമാ മസ്ജിദിന്റെ ഉറവിടത്തിലേക്ക് പോകാം. എങ്ങനെ കടുവയിൽ ജുമാ മസ്ജിദ് ഉണ്ടായി? ഉറവിടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഖബർ കണ്ടെത്തുകയാണ് ചെയ്തത്. വിജനമായി ഇരുന്ന ഒരു പ്രദേശമായിരുന്നു, വലിയ മനുഷ്യവാസമൊന്നും ഉണ്ടായിരുന്ന ഭാഗമല്ല. അപ്പോൾ കൃഷി ആവശ്യത്തിനായിട്ട് ഇവിടെ കാട് വെട്ടി തെളിക്കുമ്പോൾ ഇവിടെ ഒരു ഖബർ കണ്ടെത്തിയപ്പോൾ അത് ഒരു മുസൽമാനെ അടക്കം ചെയ്ത ഖബറാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ അതിനുവേണ്ടി പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇത് അറിഞ്ഞു കേട്ട് ഇവിടെ വന്നു. അന്ന് മുസ്ലിം പണ്ഡിതർ ഇവിടെ എത്തുകയും അവർ ഇതൊരു മുസൽമാൻ്റെ ഖബർ തന്നെയാണ് സ്ഥിരീകരിക്കുകയും, അപ്പോൾ അതിനും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടുവാപ്പുറത്ത് സഞ്ചരിച്ച ഒരു ദിവ്യൻ ഈ വനത്തിന് സമാനമായി ഈ പ്രദേശത്ത് തങ്ങിയതായിട്ട് ഒരു അറിവ് തലമുറയായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തോട് വളരെ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം കടുവാപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു സൂഫി വര്യൻ ഇവിടെ തങ്ങിയിരുന്ന പ്രദേശമാണ്. അപ്പോൾ അദ്ദേഹം വളരെ കാലം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അപ്രത്യക്ഷനായി. അദ്ദേഹം എങ്ങാട്ടെങ്കിലും പലായനം ചെയ്ത് പോയതാണോ എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ പിന്നീട് സ്ഥിരീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത ഭാഗമാണ് അത് എന്ന് സ്ഥിരീകരിച്ചു. കാരണം അന്ന് അവിടെ കൂടിയ ജനങ്ങളെല്ലാം രാത്രി കടുവാപ്പുറത്ത് സഞ്ചരിക്കുന്ന ഇദ്ദേഹത്തിന് സ്വപ്നം കാണുകയാണ്. അപ്പം ആ കേട്ടുകേൾവിയിൽ നിന്ന് വന്ന ആ മഹാനാണ് ഇവിടെ അടക്കം ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അത് ബോധ്യമാവുകയും ഈ വന്ന പണ്ഡിതന്മാർ ഇവിടെ കൂടി ജനങ്ങളെടുത്ത് ഇത് ഒരു മഹാന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത മണ്ണാണ്, ശ്രേഷ്ഠമായ മണ്ണാണ്, ഇതിനെ നിങ്ങൾ ആ ഖബറിടത്തെ നിങ്ങൾ അതൊരു ബഹുമാനത്തോടു കൂടി അതിനെ സംരക്ഷിക്കണം എന്നുള്ള ആ പണ്ഡിതരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അന്ന് നാട്ടിൽ കൂടിയ നാനാജാതി മതത്തിൽപ്പെട്ട വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള വിഭാഗങ്ങളാണ് കഴിഞ്ഞിരുന്നത്. അവർ സംയുക്തമായി തന്നെ അതിൻ്റെ ഒരു പരിപാലന ചുമതല ഏറ്റെടുക്കുകയും അതുപോലെ ഒരു സാഹോദര്യം ഇവിടെയുണ്ട്. അതെ അതെ ആ ഒരു ഓല മേഞ്ഞ ഷെഡ് കൊണ്ട് അതിനെ സംരക്ഷിക്കുകയും എല്ലാവരും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അവിടെ 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 വെളിച്ചം പകരാനും ഒക്കെ എല്ലാവരും ദിവസവും എണ്ണയായിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം വന്നു.
ആ ഒരു ഐക്യം പിന്നീട് നിലനിർന്നു. പിന്നീട് അത് ഓല മേഞ്ഞ ഒരു ഷെഡായി മാറി. പിന്നെ കാലക്രമേണ അത് ഓടിട്ടതായി മാറി. അതിനുശേഷം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ് പുറം നാടുകളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഇതറിഞ്ഞുകൊണ്ട് പുറം നാടുകളിൽ നിന്ന് ജനങ്ങൾ വന്നു തുടങ്ങിയും അപ്പോൾ ആ സൗകര്യാർത്ഥം ഇത് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മക്ബറ മാറുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം അവിടെയും ജനസഞ്ചയത്തിൻ്റെ ഒരു ബാഹുല്യം കൂടിയപ്പോൾ കുറച്ചുകൂടി അത് വിപുലമാക്കണമെന്ന് തീരുമാനിക്കുകയും ഇന്നിപ്പോൾ നാം കാണുന്ന ഈ പള്ളി ഉണ്ടല്ലോ 1978 അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 78 നിർമ്മാണം ആരംഭിച്ചു. 1985 അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആ മക്ബറയും തങ്ങളടക്കുന്ന മക്ബറയും വളരെ വിശാലമാക്കുകയും ആ പള്ളി ഉദ്ഘാടനത്തോടു കൂടി അതെല്ലാം സജ്ജമാവുകയും ചെയ്തു. ഇനിയിപ്പോ നമുക്ക് പള്ളിയുടെ നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളേക്ക് പോവാം. എന്താണ് നബിദിനമായിട്ടുള്ള ഉദ്ദേശിക്കുന്ന ദിവസവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? നബിദിനം എന്ന് വെച്ചാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് നബിദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിച്ച് മദ്രസ പരിപാടികളൊക്കെ തുടങ്ങുന്ന കാലഘട്ടമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ നബിദിനം എന്ന് പറയുന്ന ദിവസം വരുമ്പോൾ ആദ്യം തുടക്ക കാലഘട്ടത്തിൽ മദ്രസ കുട്ടികളുടെ ചില കലാസാഹിത്യ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചാണ് അതിൻ്റെ ഒരു തുടക്കം. എന്നിട്ട് ആ കുട്ടികളുടെ ഒരു ഘോഷയാത്ര, അവർക്ക് മധുരം കൊടുക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇതിൻ്റെ ഒരു തുടക്കം. അത് ഏകദേശം 1970 കാലഘട്ടത്തിലൊക്കെ ആരംഭിച്ചതാണ്. അപ്പോൾ അതിനുശേഷം കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനമായി കിട്ടുന്ന പൈസ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ കൂടുതൽ ആൾക്കാർ പുറം നാടുകളിൽ നിന്ന് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിന് ശേഷം കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഒരു അന്നദാനം നടക്കണം. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടുന്ന രീതിയിലേക്ക് ക്രമീകരിക്കണമെന്നും പറഞ്ഞ വിപുലമായ ഒരു അന്നദാനം, അതും 1970 തുടങ്ങിയത്. അതിനുശേഷം വളരെ വിപുലമായ രീതിയിൽ ഇങ്ങനെ നടന്നു വരുന്നു. പിന്നെ അതിനുശേഷം കുറേ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് മാറി. നമ്മൾ 1985 പള്ളിയുടെ ഉദ്ഘാടനത്തോടു കൂടി ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അപ്പോൾ ഒരു മതസ്ഥാപനം, ഒരു പള്ളിയുടെ കീഴിലാണെങ്കിലും ഒരു മതസ്ഥാപനത്തിന് കീഴിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചുകൊണ്ട് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ചുവടുവയ്പ് കൂടി അങ്ങ് നടത്തുകയുണ്ടായി. അതിനുശേഷം ഒത്തിരി സ്ഥാപനങ്ങൾ, 18 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം 18 സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കൊണ്ട് നമുക്കിവിടെ സ്ഥാപിച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ നബിദിന പരിപാടികളിൽ പുതിയ ഐറ്റങ്ങൾ, അതായത് നമുക്ക് സാമൂഹിക പ്രസക്തി വർദ്ധിച്ചു വന്നപ്പോൾ സെമിനാറുകൾ, നബിദിന സമ്മേളനങ്ങൾ, അന്ന് കാലാകാലങ്ങളിലുള്ള MLA-മാരും MP-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരടക്കമുള്ള ആൾക്കാർ വേദിയിൽ വരികയും പ്രഭാഷണങ്ങൾ നടത്തുകയും പങ്കെടുക്കുകയും പിന്നെ വിജ്ഞാനപ്രദമായിട്ടുള്ള ക്വിസ് പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാലക്രമേണ വന്ന് ഇപ്പോൾ തന്നെ ഈ നബിദിനത്തിന് 10-30ഓളം പരിപാടികൾ നടക്കുന്ന ഒരു വേദിയായി അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടും. നാളെ തന്നെ ഇവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അതിൽ ആ സെമിനാർ ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, ആ സെമിനാറിൽ തന്നെ ഒന്ന് ഇടതുപക്ഷ ചിന്താഗതിയുള്ള NK പ്രേമചന്ദ്രൻ MP അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഒരു വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വർ, അദ്ദേഹം അതിൻ്റെ ഒരു നല്ല ഒരു സംവാദകനായിട്ടുണ്ട്. ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ജുനൈദ് കടക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പ്രഭാഷണമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു എല്ലാവർക്കും പരിഗണനയും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ്. അതെല്ലാവരും വരാനും പങ്കെടുക്കാറുമുണ്ട്. ഏകദേശം ഇപ്പോൾ ഈ പള്ളിയിൽ ഉള്ള ആളുകളുടെ എണ്ണം എത്രയാന്ന് വെച്ചാൽ പള്ളിയും സംബന്ധിച്ച ഭാരവാഹികളാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ അംഗങ്ങൾ ഓരോ സ്ഥാനം അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഏകദേശം എത്ര ആളുകളുണ്ടാവും? ഇതൊരു ജമാഅത്താണ്, മുസ്ലിം ജമാഅത്താണ്. മുസ്ലിം ജമാഅത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ, പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ചുമതലയിൽ വരും. കൂട്ടായ്മ ജമാഅത്ത് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇതൊരു മുസ്ലിം ജമാഅത്ത്, തൊട്ടപ്പുറത്ത് ആലങ്കോട് മുസ്ലിം ജമാഅത്ത്, കുറച്ചങ്ങാണ്ട് പോയാൽ നാവായിക്കുളം മുസ്ലിം ജമാഅത്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് 800ഓളം കുടുംബങ്ങളാണുള്ളത്, 800ഓളം വീടുകളാണുള്ളത്. അപ്പോൾ ഈ 800ഓളം വീടുകളിൽ നമുക്കിപ്പോൾ വ്യവസ്ഥാപിതമായ നിയമാവലിയുണ്ട്, ബൈലോ ഉണ്ട്. ആ ബൈലോ അനുശാസിക്കുന്നത് പോലെ 3 വർഷത്തിലൊരിക്കൽ ഇതിൽ പ്രായപൂർത്തിയായ ആണുങ്ങൾക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത്, പുരുഷന്മാർക്ക് മാത്രം വോട്ടവകാശമുണ്ട്. ഈ 3 വർഷത്തിലൊരിക്കൽ നമ്മൾ കമ്മിറ്റി തീരുമാനമെടുത്ത് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഒരു അഡ്വക്കേറ്റ് തന്നെ വയ്ക്കാറുള്ളത്. അദ്ദേഹത്തിന് വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ടീം വന്ന് ഇതിൻ്റെ ബാക്കിയുള്ള നിയമാവലി പ്രകാരമുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ഇലക്ഷനിൽ ജയിക്കുന്ന ആൾക്കാരെ ഭരണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ 31 അംഗ ഒരു ഭരണസമിതിയാണ് വിഭാവന ചെയ്യുന്നത് നമ്മുടെ നിയമാവലി. അവ തിരഞ്ഞെടുക്കുമ്പോൾ 31 പേര്, ചിലപ്പോൾ ഒരു മൊത്തം പേരും ഒരു ഇതിൽ നിന്നാണ്. കഴിഞ്ഞ 3 ഇലക്ഷനും കൊണ്ട് ഞങ്ങളുടെ ആ ഒരു പാർട്ടിയിൽ നിന്നാണ് 31 പേരും തിരഞ്ഞെടുക്കപ്പെടുന്നത്. 31 അതിന് മുന്നേക്ക് രണ്ട് ഭാഗത്തു നിന്നും കുറേശ്ശെ മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ടായിരുന്നു.
ചിലപ്പോൾ ഒരു ന്യൂനപക്ഷമായി പ്രതിപക്ഷവും കടന്നു വരാം, പ്രതിപക്ഷ സ്വഭാവത്തിലുള്ളവർ കടന്നു വരാണ്ട് ചിലപ്പോൾ ഏകപക്ഷീയമായിട്ട് ഒരു പാനലും ജയിക്കാണ്ട്. അവൻ 31 പേരിൽ നമുക്ക് പോലും അതിൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹിത്വം, ട്രസ്റ്റ് മൊത്തത്തിൽ പള്ളിയുടെയും ട്രസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ചുമതലയ്ക്ക് ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഒരു വൈസ് പ്രസിഡന്റ്, 2 ജോയിൻറ്റ് സെക്രട്ടറിമാർ ഇങ്ങനെയുള്ള ചുമതലയേക്കും. അതിനുശേഷം ഈ 31 അംഗങ്ങൾ തന്നെ KTCT ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ കൺവീനർ വേണം, സ്കൂളുണ്ട്, അങ്ങനെയുള്ള 18 സ്ഥാപനങ്ങൾക്കും ചെയർമാന്മാരെയും കൺവീനറെയും നിയോഗിക്കും. അപ്പോൾ ചിലർക്കൊക്കെ തന്നെ ചിലപ്പോൾ 2 സ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. 31 പേരെ ഉള്ളൂ, നമ്മൾ 18 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ 2 സ്ഥാനങ്ങൾ, ചെറിയ സ്ഥാനങ്ങൾ വഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കിട്ടുന്ന ആൾക്കാർ, ചിലർക്ക് സമയം അധികരിച്ച് കിട്ടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് 2 സ്ഥാനങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെ ക്രമീകരിക്കും. ഇതിൻ്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജമാഅത്ത് ട്രസ്റ്റാണ്. എല്ലാ മാസവും എല്ലാ സ്ഥാപനങ്ങളുടെ കണക്കുകളും ഇവിടെ വരികയും നമ്മൾ 31 പേരുടെ കൂടിയിരുന്ന് അതിൻ്റെ ചർച്ച ചെയ്യുകയും പോരായ്മകൾ പരിഹരിക്കുകയും അതിൻ്റെ വികസനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ സ്ഥാപനം ആദ്യം ചോദിച്ചതിൻ്റെ മറുപടി കൂടിയാണ്, നമുക്ക് 1300 ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട്. 1300 പേര് ജോലി ചെയ്യുന്നതിൽ 70% പേരും സഹോദര സമുദായങ്ങളാണ്. ഇത് ഒരു മുസ്ലിം ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നെങ്കിലും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മതേതര. ഒരുപക്ഷെ ലോകത്ത് വേറെ ഒരു പ്രസ്ഥാനത്തിന്, അതായത് ഒരു സമുദായം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ സഹോദര സമുദായങ്ങൾ ഇത്രയും പ്രാധാന്യം നൽകുന്ന ലോകത്ത് വേറെ ഒരു മതസ്ഥാപനം കാണില്ല എന്ന് എനിക്ക് നെഞ്ചത്തന്നെ, നമ്മൾ വായനയിലും മറ്റുള്ള അറിവുകളിലും നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഒരാൾ, അവരുടെ ആവശ്യമാണ് നമ്മൾ നോക്കുന്നത്. അനേകം ചാരിറ്റി ചെയ്യുന്നുണ്ട്. നമ്മുടെ മുന്നിൽ അപേക്ഷ ക്യാൻസർ പേഷ്യൻ്റ്, അവരുടെ ജാതിയോ മതമോ നമ്മൾ നോക്കാറില്ല. ക്യാൻസർ പേഷ്യൻ്റാണ്, അവരുടെ ചികിത്സയുടെ ബാക്കിയുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ട്, വാസ്തവമാണ് എന്നുള്ള ബോധ്യം വന്നാൽ അതേ നമ്മൾ നോക്കില്ല. പേരെന്ത്, നാടേത്, ഞാൻ നോക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പള്ളിയുടെ പ്രാർത്ഥനാ രീതികൾ? ഇവിടെ എല്ലാ മതസ്ഥർക്കും വന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു ഇടമാണ്. നമ്മളെ മനസ്സിലുള്ള ആവശ്യകത എന്താണെന്ന് വെച്ചാൽ അതിവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അത് 100% നടപ്പിലാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് അതിപ്രധാനമായിട്ട് ഉള്ളതാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇത് എല്ലാവരിലും എത്തി. അന്നും ഇന്നും പിന്നെ ജാതിയും മതവും ഇവിടെ ഇല്ല, ആർക്കും ഇവിടെ പ്രവേശനം ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടുത്തെ നേർച്ചകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇവിടെ നേർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിനും ഡിമാൻഡില്ല. നിങ്ങൾക്ക് എന്താണോ ഇവിടെ നമുക്ക് കാണിക്കയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അതിവിടെ കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കോഴി വേണമെങ്കിൽ കോഴി കൊടുക്കാം, ആട് വേണമെങ്കിൽ ആട് കൊടുക്കാം, ഇനി അതിലും വലുതെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ സാമ്പത്തികമായിട്ട് കടുവ പള്ളിക്ക് കൊടുക്കാൻ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, എന്തുദ്ദേശിക്കുന്നുവോ അതെല്ലാം ഇവിടെ കൊടുക്കാവുന്നതാണ്. എല്ലാം സ്വീകരിക്കും. അതാണ്. സ്ത്രീകള് പുരുഷന്മാരെന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലല്ലേ? സ്ത്രീകള് പുരുഷന്മാർക്ക് ആർക്കും കയറി പ്രാർത്ഥിക്കും. സ്ത്രീകളും പുരുഷന്മാരുമുള്ള പ്രത്യേകതയില്ല, ജാതി മതമില്ല, എല്ലാവർക്കും ഇവിടെ കയറി പ്രാർത്ഥിക്കാവുന്നതാണ്. അതാണ് എൻ്റെ ഒരു. കടുവയിൽ പള്ളിയുടെ സവിശേഷതകളും പ്രത്യേകതകളും നമ്മൾ കേട്ടു. മതത്തിന്റെ മതിൽക്കെട്ടുകളില്ലാതെ ആർക്ക് വേണമെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധ്യമാക്കാൻ പ്രാർത്ഥിക്കാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും VMTV ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയുമായി മറ്റൊരു എപ്പിസോഡുമായി കാണാം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം സൈനിങ് ഓഫ് രഹല കൃഷ്ണ.